നമസ്കാരം. +1 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ അധ്യായമായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എന്നീ ടോപ്പിക്കുകളുടെ റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആക്യുറസി എന്താണെന്ന് നമുക്കറിയാം. എടുക്കുന്ന ഒരു മെഷർമെന്റ്, ഉദാഹരണത്തിന് നീളമോ, ഒരു വസ്തുവിന്റെ നീളമോ, അല്ലെങ്കിൽ ഒരു കുട്ടി ഓടാനെടുക്കുന്ന സമയമോ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് യഥാർത്ഥ വാല്യൂവിനോട് എത്രത്തോളം ക്ലോസ് ആണെന്ന് പറയുന്നതാണ് ആ മെഷർമെന്റിന്റെ ആക്യുറസി കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആക്യുറസി മനസ്സിലാക്കാൻ മറ്റൊരു ടേമും കൂടി പ്രയോജനപ്പെടുത്താം. അതാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. The significant figures in a measured physical quantity indicates the number of digits in which we have confidence in respect of their accuracy. ഈ ഡെഫിനിഷൻ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കുന്നതായിരിക്കും എളുപ്പം. ഒരു കുട്ടി ഓടാനെടുക്കുന്ന സമയം എത്രയാണെന്ന് നമ്മൾ ഈ ഡെമോൺസ്ട്രേഷനിൽ കാണിച്ചിട്ടുണ്ട്. 9.87 സെക്കൻഡ്സ് ആണ് ആ കുട്ടി ഓടാനെടുത്ത സമയം. 9.87 സെക്കൻഡ് സിംഗുലർ ആയിട്ടാണ് പറയുക മെഷർമെന്റ്. സോ സമയം 9.87 സെക്കൻഡ്. ഈ 9.87 സെക്കൻഡ് എന്നതിൽ 9 ഉണ്ട്, 8 ഉണ്ട്, 7 ഉണ്ട്. നമ്മൾ പറയും ആദ്യത്തെ രണ്ട് ഡിജിറ്റുകളായ 9ഉം 8ഉം റിലയബിൾ ആണ്. അവസാനത്തെ ഡിജിറ്റ് 7 എന്നുള്ളത് അൺസർട്ടൻ ആണ്. ഓക്കെ, സോ അപ്പോ ഒരു മെഷർമെന്റ് എടുക്കുന്നതിലെ അൺസർട്ടനിറ്റിയെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. ഓക്കെ, ഒരു മെഷർമെന്റിലെ ഏതെല്ലാം ഡിജിറ്റുകൾ സിഗ്നിഫിക്കന്റ് ആണ്, ഏതാണ് സിഗ്നിഫിക്കന്റ് അല്ലാത്തത്, ഈ കാര്യങ്ങളെല്ലാം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂൾസിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ ഡെമോൺസ്ട്രേഷനിൽ നോക്കിക്കോളൂ. ഇൻ ദ നമ്പർ 9.87 ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആർ 3. 9ഉം 8ഉം 7ഉം മൂന്നും സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ആണ്. അതില് 9, 8 ആ വാല്യൂവിനെ സംബന്ധിച്ച് നമുക്ക് സംശയമൊന്നുമില്ല. 9.8 സെക്കൻഡ് എന്നുള്ളതിൽ നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. പക്ഷേ അവസാനത്തെ ആ ഒരു 7 ഉണ്ടല്ലോ, 9.87ലെ 7 മൂന്നാമത്തെ ഡിജിറ്റ് എന്നുള്ളത് കുറച്ച് അൺസർട്ടൻ ആണ്. അത് മെഷറിംഗ് ഇൻസ്ട്രുമെന്റിനെ അനുസരിച്ചോ നമ്മള് സ്റ്റോപ്പ് ക്ലോക്ക് സ്റ്റോപ്പ് ചെയ്യുന്നതിനനുസരിച്ചോ ഒക്കെ വ്യത്യാസപ്പെടാവുന്ന ഒരു വാല്യൂ ആണ്. ട്രൂ വാല്യൂ ആയിരിക്കണമെന്നില്ല. നമ്മൾ എടുക്കുന്ന മെഷർമെന്റിലെ ആ ലാസ്റ്റ് ഡിജിറ്റ് എന്നുള്ളത് അതിൽ അല്പം അൺസർട്ടനിറ്റി ഉണ്ടാവാം. ഈ കാര്യങ്ങളൊക്കെ കൂടുതലായി നമുക്ക് റൂൾസ് ടു ഡിറ്റർമിൻ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ നിന്നും മനസ്സിലാക്കാം. ഓക്കെ, ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കന്റ്. നമുക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ ഡിജിറ്റുകളെല്ലാം സിഗ്നിഫിക്കന്റ് ആണെന്നുള്ളതാണ് ആദ്യത്തെ റൂൾ. ഇനി ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ഒരു വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ രണ്ട് നോൺ സീറോ ഡിജിറ്റുകൾക്കിടയിൽ വരുന്ന സീറോകൾ സിഗ്നിഫിക്കന്റ് ആണ്. എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ട് എന്നുള്ളതിനെ ഒന്നും അത് കണക്കാക്കുന്നില്ല. ഉദാഹരണത്തിന് 302.005 എന്നുള്ളതിൽ 3 പൂജ്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പറയുക 6 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടെന്നാണ്. 3നും 2നും ഇടയിലുള്ള പൂജ്യവും 0.00.005 എന്ന് പറയുന്ന ആ 2 പൂജ്യങ്ങളും സിഗ്നിഫിക്കന്റ് ആണ്. അപ്പോൾ ഒരു ഡിജിറ്റ് എടുക്കുമ്പോൾ നോൺ സീറോ ഡിജിറ്റിനിടയിൽ വരുന്ന പൂജ്യങ്ങളെല്ലാം സിഗ്നിഫിക്കന്റ് ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ റൂള്. ഓക്കെ, മൂന്നാമത്തെ റൂൾ എന്നുള്ളത് ഇഫ് ദ നമ്പർ ഈസ് ലെസ് ദാൻ 1 the zeros on the right of the decimal point
but to the left of the first non-zero digit are not significant. Okay? ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദശാംശം 0.02308 ദശാംശം 0.02308 അതില് ഇടതുവശത്ത് വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല. വലതുവശത്ത് 2308, അപ്പോ ആ 3ക്കും 8നും ഇടയിൽ വരുന്ന പൂജ്യം സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ, ഒന്നിനേക്കാളും കുറവായിട്ടുള്ള വാല്യൂ ആണ് ദശാംശം 0.02308 എന്ന് പറഞ്ഞാൽ. അതില് ഇടതുവശത്ത് വരുന്ന പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല, പക്ഷെ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് കഴിഞ്ഞിട്ടുള്ള പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് ആണ്. അടുത്തൊരു ഉദാഹരണം കൂടി നോക്കാം. ദശാംശം 0.082 അതില് 8ഉം 2ഉമാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിട്ടുള്ളത്. സോ വി സേ ഹിയർ വി ഹാവ് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഇനി ഒരു നാലാമത്തെ റൂൾ എന്നുള്ളത് ഇന്റഗ്രൽ പാർട്ടും ഡെസിമൽ പാർട്ടും ഉണ്ടെങ്കിൽ ആ നമ്പറിലെ ഇന്റഗ്രൽ പാർട്ടും സിഗ്നിഫിക്കന്റ് ആയിരിക്കും, ഡെസിമൽ പാർട്ടും സിഗ്നിഫിക്കന്റ് ആയിരിക്കും. ഇപ്പോ 70.60 എന്ന് പറയുന്നതിൽ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. 51.00 എന്ന് പറയുന്നതിൽ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. 5.100 എന്ന് പറയുന്നതിൽ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. ഇനി 5.1000 എന്ന് പറയുന്നതിൽ 5 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ട്. അതാണ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സിന്റെ റൂള്. ഇനി അടുത്ത റൂള് പറയുന്നത് ഇഫ് ദി ഗിവൺ നമ്പർ ഡസ് നോട്ട് കണ്ടെയ്ൻ എ ഡെസിമൽ പാർട്ട് ദ ഫൈനൽ സീറോസ് ആർ അംബിഗ്വസ് ആൻഡ് ആർ നോട്ട് സിഗ്നിഫിക്കന്റ്. ഡെസിമൽ പാർട്ടില്ലാത്ത വെറുതെ ഒരു നമ്പർ പറയുകയാണെങ്കിൽ അതില് വലതുവശത്ത് കാണുന്ന പൂജ്യങ്ങളൊന്നും സിഗ്നിഫിക്കന്റ് അല്ല. 63,200 എന്നൊരു നമ്പർ പറയുകയാണെങ്കിൽ 632 ഈ 3 ഡിജിറ്റുകൾ മാത്രമായിരിക്കും സിഗ്നിഫിക്കന്റ് ആയിട്ടുണ്ടാവുക. ഈ നമ്പറിന്റെ വലതുവശത്തുള്ള പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല. ഓക്കെ, പക്ഷേ ഈ നമ്പർ തന്നെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അതിനൊരു നമ്പർ പാർട്ടും ഉണ്ടായിരിക്കും, അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് പാർട്ടും ഉണ്ടായിരിക്കും. 2010 മീറ്റർ എന്ന് പറയുന്നതിൽ 2010 എന്നുള്ള നമ്പറും ഉണ്ട്, മീറ്റർ എന്നുള്ളൊരു യൂണിറ്റും ഉണ്ട്. അവിടെ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. 5100 മീറ്റർ എന്ന് പറയുന്നതിൽ അത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പ്ലേസസ് ആണ് അല്ലെ. അങ്ങനെ പറയുമ്പോൾ അതൊരു നീളത്തിന്റെ മെഷർമെന്റ് ആണ്. അങ്ങനെ പറയുമ്പോൾ ആ വലതുവശത്തെ പൂജ്യങ്ങളും എടുക്കേണ്ടതായി വരും. അപ്പോ 4 സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിനെ സംബന്ധിച്ച മറ്റു ചില കാര്യങ്ങളാണ്. അരിത്തമാറ്റിക് ഓപ്പറേഷൻസില് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂൾസ് എങ്ങനെയാവും എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. 2 ഡിജിറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഉദാഹരണം 10.43 2.8612 ഈ 2 ഡിജിറ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. 10.43 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. 2.8612 എന്നുള്ളതിൽ 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഉള്ളത്. ഉത്തരത്തിൽ നമുക്ക് കിട്ടുന്നത് 29.842316 എന്നാണെങ്കിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്യണം. ചോദ്യത്തിലെ കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായിരുന്നത് ആദ്യത്തെ നമ്പറിനായിരുന്നു 10.43, അതായത് 4 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. സോ ഉത്തരം 29.84 ആയിരിക്കും. ഓക്കെ, ചോദ്യത്തിലെ ഏറ്റവും കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് വരുന്നതായിരിക്കും ഉത്തരത്തിലെ കറക്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിൽ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ വരുന്നത്. ഓക്കെ,
The result of multiplication or division of two or more numbers can have no more significant figures that are present in the number having the least significant figures. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കുറച്ച് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഏതിലാണോ വരുന്നത് അതായിരിക്കണം മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും വരുന്ന സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഓക്കെ, ഇനി ഡിവിഷനിൽ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 16,000 എന്നൊരു നമ്പർ തന്നിട്ടുണ്ട്. 16,000-നെ 4.58 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 16,000-ൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ ഉള്ളൂ, 1ഉം 6ഉം. വലതുവശത്തുള്ള പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല എന്നുള്ള റോൾ ഓർത്തിരിക്കുക. 4.58-ല് ഏതാണ് 3 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്. ഉത്തരത്തിൽ എത്രമാത്രം സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സേ പാടുള്ളൂ? നമ്മുടെ നിയമപ്രകാരം 2 പാടുള്ളൂ. A/B 16,000 ഡിവൈഡഡ് ബൈ 4.58 എടുക്കുമ്പോ ഉത്തരത്തില് 10 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് 10 ഡിജിറ്റുകൾ ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. 3, 4, 9, 3.44972 10 സിഗ്നിഫിക്കന്റ് 10 ഡിജിറ്റുകൾ ഉണ്ട്. പക്ഷേ ഉത്തരത്തിൽ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മതി. 16,000-ലെ ആ 1, 6-ന് തത്തുല്യമായ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് മതി. അപ്പോ 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് 344974 എന്നുള്ളത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 3500 എന്നായിട്ട് മാറും. 3493-ന് 2 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് വേണ്ടി റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 3500 ആകും. വലതുവശത്തുള്ള 2 പൂജ്യങ്ങൾ സിഗ്നിഫിക്കന്റ് അല്ല. ഇതാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സംബന്ധിച്ച സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂള്. ഒന്നുകൂടി നോക്കി മനസ്സിലാക്കിക്കൊള്ളുക. ചോദ്യത്തിൽ തന്നിരിക്കുന്ന സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഏറ്റവും കുറവുള്ള ഡിജിറ്റിന് കണക്കാക്കിയായിരിക്കണം ഉത്തരത്തിൽ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനിലും സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും വരുമ്പോൾ എങ്ങനെയാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂൾസ് എന്ന് നോക്കാം. ആദ്യത്തെ എക്സാമ്പിളില് 3 സംഖ്യകൾ ആഡ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. 204.9, 2.10, 0.319. ഓക്കെ, ഇത് 3ഉം കൂടി കൂട്ടിക്കഴിയുമ്പോൾ 207.319 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് റൂൾ എന്താന്ന് വെച്ചാൽ ഇൻ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ ദ ഫൈനൽ റിസൾട്ട് ഷുഡ് കണ്ടെയ്ൻ ആസ് മെനി ഡെസിമൽ പ്ലേസസ് ആസ് ദർ ആർ ഇൻ ദി നമ്പർ വിത്ത് ദ ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ്. നമ്മുടെ ചോദ്യത്തില് ലീസ്റ്റ് ഡെസിമൽ പ്ലേസസിന്റെ എത്രയാണോ അത്രയും ആയിരിക്കണം ഉത്തരത്തിലെയും ഡെസിമൽ പ്ലേസസ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ 204.9 എന്നുള്ളതില് 1 ദശാംശ സ്ഥാനമാണ് ഉള്ളത്, 0.9 എന്ന് പറയുന്നത്. 2.10 എന്ന് പറയുന്നതില് 2 ഡെസിമൽസ് ആണുള്ളത്, 1ഉം 0ഉം. 0.319 എന്ന് പറയുമ്പോൾ അതില് 3 ദശാംശ സ്ഥാനമാണുള്ളത്, 3ഉം 1ഉം 9ഉം. പക്ഷെ ഉത്തരത്തിൽ എത്ര മാത്രമേ പാടുള്ളൂ? ചോദ്യത്തിലെ ഏറ്റവും കുറച്ച് ദശാംശങ്ങൾ വന്ന 204.9 അതിന് തുല്യമായ ദശാംശ സ്ഥാനം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഉത്തരം എത്രയായിരിക്കും? 207.319 നമുക്ക് 1 ദശാംശത്തിന് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതാണ് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന് കറക്റ്റ് ആക്കി എഴുതേണ്ടത്. അപ്പോ 207.3 മാത്രം മതി. അതിന് റൂള് ദ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഷുഡ് കം ഇൻ ദ ഫസ്റ്റ് ഡെസിമൽ പ്ലേസ്. നമ്മുടെ ചോദ്യത്തില് ഫസ്റ്റ് ഡെസിമൽ പ്ലേസിന് ആണ് എഴുതേണ്ടത്. അതുപോലെ ആയിരിക്കണം ഉത്തരവും വരേണ്ടത്. ഓക്കെ, ഇനി ഇതാണ് അഡീഷനെ സംബന്ധിച്ച സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂള്. ഇനി സബ്ട്രാക്ഷനെ സംബന്ധിച്ച സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂള് എന്താണെന്ന് പറയാം. 10.43 എന്ന സംഖ്യയിൽ നിന്നും 2.8612 കുറയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ ഉത്തരത്തിൽ 7.57 എന്നാണ് പറഞ്ഞത്. ഉത്തരം ഫൈനൽ ഉത്തരം എഴുതുമ്പോൾ കിട്ടുക. മറ്റ് ഡെസിമലുകളൊന്നും നമുക്ക്
എഴുതേണ്ട ആവശ്യമില്ല. കാരണം ചോദ്യത്തില് 2 ഡെസിമൽ പ്ലേസസിനാണ് കിടക്കുന്നത്. അതിലാണ് ഏറ്റവും കുറച്ച് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉള്ളത്. രണ്ടാമത്തതില് നമുക്ക് 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ടായിരുന്നു. 2.86112 എന്ന് പറയുമ്പോൾ അതില് 5 സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ഉണ്ട്, 4 ഡെസിമൽസും ഉണ്ട്. പക്ഷെ ചോദ്യത്തിൽ ഏറ്റവും കുറവ് ഡെസിമൽസ് വന്നത് 10.43 എന്നുള്ളതിൽ 2 ഡെസിമൽസ് ആണ്. അതുകൊണ്ട് ഉത്തരത്തിലും 2 ഡെസിമൽ പ്ലേസസ് മതി. ഓക്കെ, 7.57. നമ്മള് സബ്ട്രാക്ഷന്റെ ഒരു പ്രോബ്ലം ചെയ്തു. സബ്ട്രാക്ഷന്റെ ഒരു പ്രോബ്ലം ചെയ്തപ്പോ ചോദ്യത്തിലെ ഏറ്റവും കുറവ് ഡെസിമൽസ് ഉള്ള ഏത് ഡിജിറ്റ് ആണോ അതിന് കണക്കാക്കിയായിരിക്കണം ഉത്തരം എഴുതേണ്ടത്. 207.319 എന്നാണ് ഉത്തരം നമുക്ക് കൂട്ടിയപ്പോൾ കിട്ടിയതെന്നുണ്ടെങ്കിൽ ചോദ്യത്തിൽ ഏറ്റവും കുറവ് ഡെസിമൽ ഉണ്ടായിരുന്ന 204.9 എന്നുള്ളതിന് 1 ഡെസിമൽ പ്ലേസേ ഉള്ളൂ, 0.9 എന്നുള്ളത്. അതിന് കണക്കാക്കി വേണം ഉത്തരം എഴുതാൻ. അതുകൊണ്ടാണ് 207.3 എന്ന് കിട്ടിയത്. അപ്പൊ റൂൾ ഇതാണ് അഡീഷനും സബ്ട്രാക്ഷനും സംബന്ധിച്ചത്. In addition or subtraction, the final result should retain as many decimal places as there are in the number with the least decimal places. ഇപ്പൊ ഏറ്റവും കുറച്ച് ഡെസിമൽ പ്ലേസസ് ഉള്ളതിന് കണക്കാക്കിയായിരിക്കണം ഉത്തരം എഴുതേണ്ടത്. നമ്മൾ കൂട്ടാനോ കുറയ്ക്കാനോ ഒക്കെ ഉള്ളതിൽ ഒരുപാട് ഡെസിമൽ പ്ലേസസ് ഉണ്ടാവാം, ഒരുപാട് ദശാംശങ്ങൾ ഉണ്ടാവാം. പക്ഷെ ചോദ്യത്തില് ഏറ്റവും കുറച്ച് ദശാംശ സ്ഥാനമുള്ള സംഖ്യ ഏതാണോ അതിന് കണക്കാക്കി വേണം ഉത്തരം എഴുതുവാൻ. ഇതാണ് അഡീഷനെയും സബ്ട്രാക്ഷനെയും സംബന്ധിച്ച സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിന്റെ റൂള്. ഓക്കെ, ഇക്കാര്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതും നമുക്ക് കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ചെയ്താലേ പറ്റുള്ളൂ. അപ്പോ നമുക്ക് പ്രോബ്ലത്തിന് മാത്രമായിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരിക്കും. അത് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം നൽകുന്നതായും. നെക്സ്റ്റ്, ലെറ്റ് us see rounding of the uncertain digits. റൂൾസ് വെച്ചിട്ട് പരിശോധിക്കാം. First rule, if the number to be rounded off is greater than 5, the number prior to it is increased by 1. എക്സാമ്പിൾസ് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. 1.49 എന്ന നമ്പറിനെ റൗണ്ട് ഓഫ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഒരു ഡിജിറ്റിനാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ 9 എന്നുള്ള നമ്പറാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അത് 5നേക്കാൾ കൂടുതലായതുകൊണ്ട് 9ന് തൊട്ട് മുമ്പിലുള്ള നമ്പറിനോട് കൂടി 1 കൂട്ടണം. അതുകൊണ്ട് ഒരു ഡിജിറ്റിന് നാം റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 1.49 എന്നുള്ളത് 1.5 ആകും. ഓക്കെ, ഹിയർ 9 is greater than 5, so 4 is increased by 1. അടുത്ത എക്സാമ്പിൾ നോക്കാം. 1.47. ഇവിടെയും സെയിം റൂൾ തന്നെയാണ്. 7 എന്നുള്ള നമ്പർ 5നേക്കാൾ കൂടുതലായതുകൊണ്ട് 4നോട് കൂടി 1 കൂട്ടി, അപ്പോ റൗണ്ട് ഓഫ് ചെയ്ത് ഒരു ഡിജിറ്റിനാക്കുമ്പോൾ 1.5 എന്ന് കിട്ടും. 2.745. 6 എന്നുള്ള നമ്പർ 5നേക്കാൾ കൂടുതലായതുകൊണ്ട് 2 ഡിജിറ്റിന് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ ഉത്തരം കിട്ടുക 2.75 എന്നായിരിക്കും. സെക്കൻഡ് റൂൾ, ഇഫ് ദ നമ്പർ ടു ബി റൗണ്ടഡ് ഓഫ് ഈസ് ലെസ് ദാൻ 5, the number prior to it is remains the same by dropping the insignificant number. Okay, 1.42 എന്നുള്ള നമ്പറാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അത് ഒരു ഡിജിറ്റിന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുമ്പോഴേക്കും 2 എന്നുള്ള ഡിജിറ്റ് ഇൻസിഗ്നിഫിക്കന്റ് ആണ്, 5നേക്കാൾ കുറവാണ്, അത് വിട്ടുകളയാം. സോ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുമ്പോൾ 1.4 എന്ന് മാത്രമായിരിക്കും കിട്ടുക. 2.743. ഇവിടെയും സെയിം റൂള് തന്നെയാണ്. 2 ഡിജിറ്റ്സിനാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 2.74 എന്നേ വരികയുള്ളൂ. മൂന്നാമത്തെ ഡിജിറ്റ് 5നേക്കാൾ കുറവായതുകൊണ്ടാണ് അങ്ങനെ എഴുതുന്നത്. സോ 2.74. അടുത്തതിനും സെയിം റൂള് തന്നെ. 6.541. 2 ഡിജിറ്റ്സിന് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതുമ്പോൾ
6.54 വരികയുള്ളൂ. 1 എന്നുള്ളത് 5നേക്കാൾ കുറവായതുകൊണ്ട് അത് നമുക്ക് വിട്ടുകളയാം. സോ 6.54. ഓക്കെ. മൂന്നാമത്തെ റൂള്, ഇഫ് ദ നമ്പർ ടു ബി റൗണ്ടഡ് ഓഫ് ഹാപ്പൻസ് ടു ബി 5, the number prior to it is increased by 1 if it is odd and remains the same if it is even. In both cases, the insignificant digit is dropped. Okay. ഇനി റൗണ്ട് ഓഫ് ചെയ്യേണ്ട ഡിജിറ്റ് 5 ആണെങ്കിൽ എന്ത് ചെയ്യും? 1.25ഉം 1.35ഉം എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഡിജിറ്റിനാണ്, സിംഗിൾ ഡിജിറ്റിനാണ്, ഒരു ദശാംശ സ്ഥാനത്തിനാണ് റൗണ്ട് ഓഫ് ചെയ്യേണ്ടത്. അപ്പോ 1.25ല് 5 ആണെങ്കിൽ തൊട്ട് മുന്നിലുള്ള നമ്പർ ഈവൻ നമ്പർ ആണ്. 2 എന്നുള്ളത് ഈവൻ നമ്പർ ആണ്. അങ്ങനെ ആവുമ്പോൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 1.2 എന്നായിരിക്കും സിംഗിൾ ഡിജിറ്റിന് റൗണ്ട് ഓഫ് ചെയ്താൽ കിട്ടുക. 1.35 റൗണ്ട് ഓഫ് ചെയ്യുമ്പോഴേക്കും 1.4 എന്നായിട്ട് മാറും. എന്തുകൊണ്ടാ? റൗണ്ട് ഓഫ് ചെയ്യേണ്ട ഡിജിറ്റ് 3 ആണ്. അത് ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആകുമ്പോൾ അതിന്റെ കൂടെ 1 കൂട്ടി എഴുതണം. ഓക്കെ. ഇഫ് ദ നമ്പർ ടു ബി റൗണ്ടഡ് ഓഫ് ഹാപ്പൻസ് ടു ബി 5 എന്ന നമ്പർ ആണ് ഇവിടെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യാനുള്ളത്. തൊട്ട് മുമ്പത്തെ നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ അതിന്റെ കൂടെ 1 കൂടി കൂട്ടണം എന്നുള്ളതാണ് റൂള്. ഓക്കെ. ഈ റൗണ്ടിങ് ഓഫ് ടിപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾക്ക് ഡെയിലി ലൈഫിലും ആപ്ലിക്കേഷൻസ് വരുന്നതാണ്. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് എങ്ങനെ ഉറപ്പിക്കാനാവും? അതാണ് ആദ്യത്തെ ആപ്ലിക്കേഷൻ, ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് an equation. An equation is correct only if the dimensions of each term on either side of the equation are correct. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ആ ഇക്വേഷനിലെ ഓരോ ടേംസിന്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കണം. If the homogeneity of dimension does not hold good, the equation is definitely incorrect. ഒരു ഇക്വേഷനിലെ ടേംസിന്റെ ഡയമെൻഷൻസ് ഒരുപോലെ അല്ലെങ്കിൽ ആ ഇക്വേഷൻ തീർച്ചയായിട്ടും തെറ്റായ ഇക്വേഷൻ ആയിരിക്കും. ഹോമോജനിറ്റി പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഡയമെൻഷണൽ അനാലിസിസ് നോക്കി ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് പറയുന്നത്. ഓക്കെ. ആദ്യം തന്നെ P = HDG എന്ന ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ P = HDG. ടേംസ് എന്താണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. P is the pressure at a point, H is the height, D is the density of liquid, G is the acceleration due to gravity. ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് P = HDG എന്നുള്ളത്. ഒരു ദ്രാവകം H ഉയരത്തിലാണെങ്കിൽ അതിന്റെ ഡെൻസിറ്റി D ആണെങ്കിൽ ദ്രാവകത്തിന്റെ സ്ഥാനം മൂലമുള്ള പ്രഷർ നമുക്കറിയാം. P = HDG എന്നുള്ളതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കറക്റ്റ് ആണോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോ Pയുടെ ഡയമെൻഷനും HDG എന്നുള്ളതിന്റെ ഡയമെൻഷനും ഒരുപോലെ വന്നാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ആ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. പ്രഷർ എന്നാൽ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് ആണെന്ന് നമുക്കറിയാം. ഫോഴ്സിന്റെ ഡയമെൻഷൻസ് അറിയാം. mLT⁻². ഏതൊറക്കത്തിൽ ചോദിച്ചാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ഡയമെൻഷൻ ആണ് ഫോഴ്സിന്റെ ഡയമെൻഷൻ mLT⁻² എന്നുള്ളത്. ഫോഴ്സിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസിന്റെ ഡയമെൻഷൻ M, ആക്സിലറേഷൻ്റെത് L⁻². എങ്ങനെയാ ആക്സിലറേഷന്റെ യൂണിറ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഡയമെൻഷൻ എഴുതാൻ എളുപ്പമാണ്. m/s² എന്നുള്ളത് മീറ്ററിന് L, per/s² എന്ന് പറയുമ്പോൾ T⁻². ഓക്കെ. സോ ഫോഴ്സിന്റെ ഡയമെൻഷൻ mLT⁻². ഏരിയ നമുക്കറിയാം L². എല്ലും ക്യാൻസൽ ചെയ്താൽ ഡിനോമിനേറ്ററിലെ ഒരു L ന്യൂമറേറ്ററിലേക്ക് പോവും. അപ്പൊ എന്ത് വരും? mL⁻⁻1 T⁻². പിയുടെ ഡയമെൻഷൻ, പ്രഷറിന്റെ ഡയമെൻഷൻ mL⁻⁻2 T⁻². ഓക്കെ. സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഡയമെൻഷൻസ് സൂചിപ്പിക്കുന്നതാണ് രീതി. പ്രഷറിന്റെ ഡയമെൻഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് വേണ്ടത്? HDG എന്നുള്ളതിന്റെ ഡയമെൻഷൻ, ആ പ്രോഡക്റ്റിന്റെ ഡയമെൻഷൻ നോക്കണം. അത്
എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും പി ഈക്വൽ ടു എച്ച് ടി ജി എന്നുള്ള ഇക്വേഷൻ കറക്റ്റ് ആണെന്ന്. ഓക്കെ, എച്ച് എന്നാൽ ഹൈറ്റ് ആണ്. സോ ഡയമെൻഷൻ, നീളത്തിന്റെ ഡയമെൻഷൻ ആയിരിക്കും ക്യാപിറ്റൽ എൽ. ഡെൻസിറ്റി മാസ് ബൈ വോളിയം ആണ്. മാസിന്റെ ക്യാപിറ്റലും വോളിയത്തിന്റെ എൽ ക്യൂബ്, മീറ്റർ ക്യൂബ് ആണ് യൂണിറ്റ്. അതുകൊണ്ട് ഡയമെൻഷൻ വരുമ്പോൾ എൽ ക്യൂബ്. സോ ഡിയുടെ ഡയമെൻഷൻ എം എൽ റേസ് ടു -3. ഇവിടെ ഇപ്പൊ നമ്മള് എം എൽ ടി 3 ടേംസ് ചേർത്ത് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. സ്റ്റാൻഡേർഡ് ആയിട്ട് എമ്മും എല്ലും ടിയും ചേർത്ത് പറയുന്നതാണ്. പക്ഷെ എം എൽ റേസ് ടു -3 എന്ന് മാത്രം ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ പറഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ആക്സിലറേഷന്റെ ഡയമെൻഷൻ എന്താണ്? ആക്സിലറേഷന്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ എന്നുള്ളതിന് എൽ, പെർ സെക്കൻഡ് സ്ക്വയറിന് ടി റേസ് ടു -2. അപ്പോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് എൽ ടി റേസ് ടു -2 എന്ന് കിട്ടി. ഇനി പ്രോഡക്റ്റ് എടുക്കണം. എച്ച് ഡി ജി, എച്ചിന്റെ എൽ ആയിരുന്നു, ഡെൻസിറ്റിയുടെ എം എൽ റേസ് ടു -3 ആയിരുന്നു, ജിയുടെ എൽ ടി റേസ് ടു -2. അപ്പോ ഈ പ്രോഡക്റ്റ് വരുമ്പോ എന്തായിരിക്കും കിട്ടുന്നത്? എം ഒറ്റ ടേമേ ഉള്ളൂ, എം. എല്ലിന് ഏതൊക്കെ ടേംസ് ഉണ്ട്? ആദ്യം ഒരു എൽ ഉണ്ട്, പിന്നെ എൽ റേസ് ടു -3 ഉണ്ട്, പിന്നെ എൽ ഉണ്ട്. എൽ ഇൻറ്റു എൽ എന്ത് വരും? എൽ സ്ക്വയർ. എൽ സ്ക്വയർ ഇൻറ്റു എൽ റേസ് ടു -3. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. അപ്പോ എൽ സ്ക്വയർ ഇൻറ്റു എൽ റേസ് ടു -3 എന്ന് പറയുമ്പോൾ എൽ റേസ് ടു 2 - എം പ്ലസ് എൻ എന്ത് വരും? 2 - 3 എന്നാൽ -1 ആണ് ഡയമെൻഷൻ കിട്ടുന്നത്. എം എൽ റേസ് ടു -1 ടി റേസ് ടു -2 എന്നാണ്. ഇത് തന്നെയല്ലേ നമുക്ക് പ്രഷറിനും കിട്ടിയത്? എം എൽ റേസ് ടു -1 ടി റേസ് ടു -2. ഡയമെൻഷൻസ് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സൂചിപ്പിക്കുന്നു. രണ്ട് ഡയമെൻഷൻസും ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിന്റെയും റൈറ്റ് ഹാൻഡ് സൈഡിന്റെയും ഡയമെൻഷൻ ഒരുപോലെ തന്നെ കിട്ടി. അതുകൊണ്ട് ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് ഡയമെൻഷണൽ അനാലിസിസ് കൊണ്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും. LHS ഈക്വൽ ടു RHS, hence the equation P equal to HTG is dimensionally correct. മറ്റൊരു ഇക്വേഷന്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാം. S is equal to ut plus half at square എന്നതാണ് ഇക്വേഷൻ. ഇത് 3ാം ചാപ്റ്റർ ആയ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ പഠിക്കാനുള്ള ഇക്വേഷൻ ആണ്. S equal to ut plus half at square. ടേംസ് തന്നിരിക്കുന്നത് നോക്കാം. S, പൊസിഷൻ ഓഫ് ദി ഓബ്ജെക്ട്. ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി ഓബ്ജെക്ട് ആണ് S കൊണ്ട് സൂചിപ്പിക്കുന്നത്. U is the initial velocity, T is the time taken by the object to travel, A is the acceleration of the object. Okay, 4 ടേംസ് ആണ് S is equal to ut plus half at square എന്ന ഇക്വേഷനിൽ ഉള്ളത്. ഡയമെൻഷൻസ് കറക്റ്റ് ആണോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ടേംസും പരിശോധിച്ച് ഡയമെൻഷൻസ് ശരിയാണെന്ന് ഉറപ്പുവരുത്തണം. LHSലെ S മാത്രമാണ് ഉള്ളത്. നമുക്കറിയാം ഡയമെൻഷൻ ഓഫ് ദി ടേം S എന്നുള്ളത് ഡിസ്റ്റൻസ് ആണ്. നീളത്തിന്റെ ഡയമെൻഷൻ ആയിരിക്കും L വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്. ഇനി ut എന്നാൽ വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. അതിന്റെ ഡയമെൻഷൻ നോക്കണം. വെലോസിറ്റി നമുക്കറിയാം യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. മീറ്റർ സെക്കൻഡ് റേസ് ടു -1. മീറ്ററിന് L, പെർ സെക്കൻഡിന് ടി റേസ് ടു -1. സെക്കൻഡ് റേസ് ടു -1 എന്നാൽ ടി റേസ് ടു -1. ടിക്ക് ക്യാപിറ്റൽ T. അപ്പോ ടി റേസ് ടു -1 ഉം ടിയും കൂടി ആകുമ്പോൾ ടി റേസ് ടു -1 ടി റേസ് ടു 1 വരും. -1 + 1 എന്നാൽ ടി റേസ് ടു 0 വരും. ടി റേസ് ടു 0യുടെ വാല്യൂ 1 ആണ്. സോ L മാത്രമേ വരികയുള്ളൂ. ഡയമെൻഷൻ ഓഫ് ദ ടേം ut ഈക്വൽ ടു L വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റ്. അതുപോലെ അടുത്ത ടേം നോക്കണം. ഹാഫ് at സ്ക്വയർ. അതിന്റെ ഡയമെൻഷൻ എങ്ങനെ നോക്കും? ഹാഫ് ഒരു നമ്പർ ആണ് അല്ലെ, നമ്പറിന് ഡയമെൻഷൻ ഇല്ല. ആക്സിലറേഷന്റെ ഡയമെൻഷൻ നമുക്കറിയാം LT റേസ് ടു -2. എങ്ങനെയാണ് LT റേസ് ടു -2 വരിക? മീറ്റർ സെക്കൻഡ് റേസ് ടു -2 എന്നുള്ളതാണ് യൂണിറ്റ്.
അതിൽ നിന്നും മീറ്ററിന് L, സെക്കൻഡ് റേസ് ടു -2ന് T റേസ് ടു -2. ഇനി എന്താ വേണ്ടത്? ടി സ്ക്വയറിന് സ്മോൾ ടി സ്ക്വയർ, ടൈമിന്റെ സ്ക്വയറിന് ക്യാപിറ്റൽ ടി സ്ക്വയർ. ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. T റേസ് ടു -2 എന്നാണ് ഇട്ടിരിക്കുന്നത്, അവിടെ T റേസ് ടു +2 ആണ് വേണ്ടത്. അപ്പോ ടിയുടെ ടേംസ് രണ്ടും ക്യാൻസൽ ആയി പോകും. T റേസ് ടു -2 ഇൻറ്റു ടി സ്ക്വയർ, -2 +2 വരുമ്പോൾ T റേസ് ടു 0 വരും. അങ്ങനെയാണ് ഡയമെൻഷൻ എന്ത് വരിക? L മാത്രമായിട്ട് വരിക. T റേസ് ടു -2 ഇൻറ്റു L, T റേസ് ടു -2 ഇൻറ്റു T റേസ് ടു 2 ആണ് വരുന്നത്. ഓക്കെ, ആ കറക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചോണം പ്രത്യേകം. ഡയമെൻഷൻ L തന്നെ കിട്ടി. അതായത് S is equal to ut plus half at square എന്ന ഇക്വേഷന്റെ ഓരോ ടേമിന്റെയും ഡയമെൻഷൻ എന്ത് തന്നെ കിട്ടി? L എന്ന് തന്നെ കിട്ടി. Each term in the equation having the same dimension. Hence the equation is dimensionally correct. Okay, ഡയമെൻഷനലി തെറ്റായിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നെങ്കിൽ ഡയമെൻഷൻ ഒരുപോലെ കിട്ടില്ലായിരുന്നു. ഇതിപ്പോ ശരിയായിട്ടുള്ളത് പറഞ്ഞ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ തന്നെ ചെക്ക് ചെയ്യാൻ തന്നിട്ടുള്ളത്. പരീക്ഷയ്ക്ക് തരിക ചിലപ്പോൾ തെറ്റായിട്ടുള്ള ഇക്വേഷൻ ആയിരിക്കും. ഒരുപോലെ കിട്ടിയില്ലെങ്കിൽ, നമ്മള് ശരിയായ രീതിയിൽ ചെയ്തിട്ട് ഒരുപോലെ ഇക്വേഷൻസ്, അതിന്റെ ഡയമെൻഷൻസ് കിട്ടിയില്ലെങ്കിൽ എന്ത് പറയാനാകും? ഇക്വേഷൻ ഡയമെൻഷനലി ഇൻകറക്റ്റ് ആണ്, അല്ലെങ്കിൽ തെറ്റായ ഇക്വേഷൻ ആണെന്ന് പറയുവാൻ സാധിക്കും. ഓക്കെ, ഡയമെൻഷണൽ അനാലിസിസിന്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ നോക്കാം. ഡെഡ്യൂസിംഗ് റിലേഷൻ എമംഗ് ദി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. 10ാം ക്ലാസ് കഴിഞ്ഞു വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് ഡെഡ്യൂസിംഗ് റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. പക്ഷേ കുറച്ച് പഠിച്ച് നമ്മളൊരു സെക്കൻഡ് ടൈം ഒക്കെ ആവുമ്പോഴേക്കും ഈ ഡെഡ്യൂസിംഗ് റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നല്ല പുട്ടുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതൊന്ന് മനസ്സിലാക്കുക. പരീക്ഷയ്ക്ക് വരുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. തുടങ്ങാം. Deducing relation among the physical quantities. When one physical quantity depends on several physical quantities, then the relationship between the quantities can be derived using dimensional method. അതായത് ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പല ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുവാൻ ഡയമെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾ പെൻഡുലം നമ്മൾ പഠിക്കുന്നുണ്ട്. പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം ഏതെല്ലാം ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പഠിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആ ഫാക്ടേഴ്സ്. പിന്നീട് പഠിക്കും. മാസ് ഓഫ് ദി ബോബ് ഫസ്റ്റ് ഫാക്ടർ, ലെങ്ത് ഓഫ് ദി പെൻഡുലം L, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G, ആംഗിൾ ഓഫ് സ്വിംഗ്. ആംഗിൾ ഓഫ് സ്വിംഗ് എന്ന് പറഞ്ഞാൽ രണ്ടു വശത്തേക്ക് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുമ്പോൾ ആ മീൻ പൊസിഷനിൽ നിന്ന് രണ്ടു വശത്തേക്കും എത്രത്തോളം ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് ആംഗിൾ ഓഫ് സ്വിംഗ്. ബാക്കി എല്ലാ ടേംസും ഫെമിലിയർ ആണ്. മാസ് ഓഫ് ദി ബോബ്, ബോബിന്റെ മാസ്, ലെങ്ത് ഓഫ് ദി പെൻഡുലം, അതായത് പോയിന്റ് ഓഫ് സസ്പെൻഷൻ മുതൽ സെന്റർ ഓഫ് മാസ് ഓഫ് ദി ബോബ് വരെയുള്ള നീളത്തിനെയാണ് ലെങ്ത് ഓഫ് ദി പെൻഡുലം എന്ന് പറയുക. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അത് നമുക്കറിയാം, ഗുരുത്വാകർഷണ ത്വരണം. ഓക്കെ, അപ്പോ ഈ ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. ഏതൊക്കെയാണ് ടേംസ്? ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ T എമ്മിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് മാസിന് സ്മോൾ എം എന്ന് കൊടുത്താൽ M റൈസ് ടു A എന്ന് കൊടുക്കാം. പിന്നെന്താ, ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോ T പ്രൊപ്പോർഷണൽ ടു L റൈസ് ടു B എന്ന് കൊടുക്കാം. ഇനി ടൈം പീരീഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. സോ T പ്രൊപ്പോർഷണൽ ടു G റൈസ് ടു C എന്ന് കൊടുക്കാം. ഇനി ആംഗിൾ ഓഫ് സ്വിംഗിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുകൊണ്ട് തീറ്റ റൈസ് ടു D എന്ന് കൊടുക്കാം. ഈ ഫാക്ടേഴ്സ് എല്ലാം ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ എന്ത് വരും? T പ്രൊപ്പോർഷണൽ ടു ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഏതെല്ലാം ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? T പ്രൊപ്പോർഷണൽ ടു M റൈസ് ടു A, L റൈസ് ടു B, G റൈസ് ടു C, തീറ്റ റൈസ് ടു D. ഓക്കെ, പ്രൊപ്പോർഷണാലിറ്റി മാറ്റുവാൻ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ആ കോൺസ്റ്റന്റ് K ആണെന്നിരിക്കട്ടെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം?
T equal to time period of oscillation T equal to K M raised to A L raised to B G raised to C theta raised to D. ഇനി ഡയമെൻഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓരോ ടേമിന്റെയും ഡയമെൻഷൻ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓരോ ടേമിനെയും സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഇടും. സോ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ പോകുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി എല്ലാ ടേംസും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ സൂചിപ്പിച്ചു. ഓക്കെ, അപ്പോ കെയുടെ ഡയമെൻഷൻ ഇല്ല, കോൺസ്റ്റന്റ് ആണ്. ന്യൂമറിക്കൽ വാല്യൂവിന് ഡയമെൻഷൻ ഇല്ല, അപ്പൊ അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കേണ്ടതില്ല. എം റൈസ് ടു എയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം, എൽ റൈസ് ടു ബിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം, ജി റൈസ് ടു സിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം, തീറ്റ റൈസ് ടു ഡിയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ടൈമിന്റെ ഡയമെൻഷൻ നമുക്കറിയാം. ടൈമിന്റെ ഡയമെൻഷൻ ടി റൈസ് ടു 1 ആണ്. പക്ഷേ എം എൽ ടി ചേർത്ത് പറയണം, കാരണം ഈ ടേംസ് എല്ലാം വരുന്നുണ്ട്. എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 1. എം റൈസ് ടു 0യും എൽ റൈസ് ടു 0യും 1 ആണ്. സോ ടി എന്നതിന് മാത്രമായി എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 1 എന്ന് എഴുതാം LHSൽ. മാസിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം ആണ്. സോ ക്യാപിറ്റൽ എം റൈസ് ടു എ. ലെങ്ത്തിന്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ ആണ്. സോ എൽ റൈസ് ടു ബി. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷന്റെ ഡയമെൻഷൻ നമുക്കറിയാം, പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതാണ്. എൽ ടി റൈസ് ടു -2 റൈസ് ടു സി. തീറ്റ, ആംഗിളിനും ഡയമെൻഷൻ ഇല്ല, ആംഗിളിനും നമ്പേഴ്സിനും ഡയമെൻഷൻ ഇല്ല. ഓക്കെ, ആംഗിൾ പറയുന്നത് നമ്പർ ആയിട്ടാണ്, അതിന് റേഡിയൻ, സ്റ്റെറേഡിയൻ, അതിന് രണ്ടിനും ഡയമെൻഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസ് ആണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇക്വേഷൻ 1ല് ഡയമെൻഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 1 ഈക്വൽ ടു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, എൽ ടി റൈസ് ടു -2 ദ ഹോൾ റൈസ് ടു സി ഇല്ലേ? അതെങ്ങനെ എഴുതണം? എൽ റൈസ് ടു സി, എൽ റൈസ് ടു സി. പിന്നെ എന്താ ഉള്ളത്? ടി റൈസ് ടു -2 ദ ഹോൾ റൈസ് ടു സി. അതുകൊണ്ട് ടി റൈസ് ടു -2 സി എന്ന് വരും. ഇക്വേഷൻ എങ്ങനെയായിരിക്കും? എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 1 ഈക്വൽ ടു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി, ടി റൈസ് ടു -2 സി, എൽ റൈസ് ടു സി. ഇനി എന്ത് ചെയ്യണം? RHSൽ വരുന്ന ടേംസ് എവിടെയെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കൂ. ഏതൊക്കെയാ റിപ്പീറ്റ് ചെയ്യുന്നത്? എൽ റൈസ് ടു ബിയും ഉണ്ട്, എൽ റൈസ് ടു സിയും ഉണ്ട്. അത് രണ്ടും കൂടി കൂട്ടി എഴുതുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എൽ റൈസ് ടു ബി ഇൻറ്റു എൽ റൈസ് ടു സി എന്നാൽ എ റൈസ് ടു ബി ഇൻറ്റു എ റൈസ് ടു സി ഈസ് എ റൈസ് ടു ബി പ്ലസ് സി അല്ലെ? സോ ഇറ്റ് ഈസ് എൽ റൈസ് ടു ബി പ്ലസ് സി. ഓക്കെ, നല്ല ഭംഗിയായിട്ട് എഴുതുമ്പോ എങ്ങനെ വരും? എം റൈസ് ടു 0, എൽ റൈസ് ടു 0, ടി റൈസ് ടു 1 ഈക്വൽ ടു എം റൈസ് ടു എ, എൽ റൈസ് ടു ബി പ്ലസ് സി, ടി റൈസ് ടു -2 സി. സിമിലർ ടേംസ് എല്ലായിടത്തും കമ്പയർ ചെയ്യണം, പവേഴ്സ് എല്ലായിടത്തും കമ്പയർ ചെയ്യണം. എമ്മിന്റെ പവർ എന്താണ്? LHSൽ 0 ആണ്, RHSൽ A ആണ്. സോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 0 ഈക്വൽ ടു A അല്ലെങ്കിൽ A ഈക്വൽ ടു 0. എല്ലിന്റെ പവർ LHSൽ എന്താണ്? 0 ആണ്, RHSൽ B പ്ലസ് സി. സോ ഇക്വേഷൻ എങ്ങനെ എഴുതാം? B പ്ലസ് സി ഈക്വൽ ടു 0 or 0 ഈക്വൽ ടു B പ്ലസ് സി. ഇനി ടിയുടെ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടി റൈസ് ടു 1 ഈക്വൽ ടു ടി റൈസ് ടു -2 സി അല്ലെ? അതുകൊണ്ട് 1 ഈക്വൽ ടു -2 സി. അതിൽ നിന്ന് സിയുടെ വാല്യൂ -1/2 എന്ന് കിട്ടും. ഓക്കെ, അപ്പോ എയുടെ വാല്യൂവും സിയുടെ വാല്യൂവും കിട്ടിക്കഴിഞ്ഞു. ഇനി ഏതാണ് ആകെ കിട്ടാനുള്ളത്? ബി മാത്രമാണ് കിട്ടാനുള്ളത്. ബി പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ളതിൽ സിയുടെ വാല്യൂ -1/2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബി പ്ലസ് -1/2 ഈക്വൽ ടു 0 ഓർ ബി ഈക്വൽ ടു 1/2 എന്ന് കിട്ടുന്നതായിരിക്കും. എയുടെയും ബിയുടെയും വാല്യൂസ് എല്ലാം കിട്ടിക്കഴിഞ്ഞു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കിട്ടും? എ ഈക്വൽ ടു 0, ബി ഈക്വൽ ടു ½, സി ഈക്വൽ ടു -½ നമ്മുടെ ഇക്വേഷൻ 1ല് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ ടി ഈക്വൽ ടു കെ റൈസ് ടു 0, കെ എന്ന് മാത്രം എഴുതിയാൽ മതി. കെ റൈസ് ടു 0 എന്ന് എഴുതണ്ട, കെ എന്ന് മാത്രം എഴുതുക. കെ ഇൻറ്റു
m raised to 0. കാരണം സ്മോൾ എയുടെ വാല്യൂ 0 ആണ്. l raised to b എന്നുള്ളതാണ്. b യുടെ വാല്യൂ എത്രയാ? 1/2. ഇനി g യുടെ വാല്യൂ എത്രയാ? g raised to c ആണ്. c യുടെ വാല്യൂ -1/2. ഓക്കെ, തീറ്റ raised to d അതിന് ഡയമെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? t ഈക്വൽ ടു k ഇൻറ്റു m raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ അതിന് വാല്യൂ 1 ആയിരിക്കും. l raised to half എന്ന് പറഞ്ഞാൽ √l ആണ്. l raised to -1/2 എന്ന് പറഞ്ഞാൽ 1/√g എന്നാണ്. സോ ദ ഇക്വേഷൻ വരുന്നത് √l/g എന്നുള്ളതായിരിക്കും. ഇക്വേഷൻ കിട്ടി. t ഈക്വൽ ടു k ഇൻറ്റു √l/g. k യുടെ വാല്യൂ 2π എന്നുള്ളതാണ്. അത് പിന്നീട് പഠിക്കും. നമുക്കിപ്പോ ഇവിടെ ഇക്വേഷൻ എഴുതാൻ പറ്റുന്നത് t ഈക്വൽ ടു k ഇൻറ്റു √l/g എന്നുള്ളതായിരിക്കും. k യുടെ മൂല്യം അറിയാവുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം വിൽ ബി ഒബ്റ്റെയിൻഡ് ആസ് t ഈക്വൽ ടു 2π ഇൻറ്റു √l/g. Okay, thus we can deduce the relationship among the physical quantities in the case of a simple pendulum. Okay, thank you.